നമ്മളെവിടെ പോകുന്നു? ട്രാൻസ്ലേറ്റർ എവിടെ പോകുന്നു നമ്മ പറ. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരന്മാരും കൂടിയും അവരുടെ ഫാമിലിയും ഒറ്റ മൈൻഡ് തീരുമാനിച്ച ഒരു ട്രിപ്പാണ് കാന്തല്ലൂർ. അപ്പം ഏപ്രിൽ 1 രാവിലെ ഒരു 11 മണിക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11:45 ആറാട്ടുവഴിയിൽ നിന്ന് നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്, ട്രാവലറാണ്. അപ്പം എല്ലാവരും ആയി. ആദ്യം തന്നെ ആ പാട്ടോട് കൂടിയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നമ്മയാണ് ആദ്യം പാട്ട് പറഞ്ഞത്. ഇന്നമ്മ പാട്ട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ എന്തെങ്കിലും റെക്കോർഡായിട്ടില്ല, അത് കാണില്ല. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ ശശികുട്ടൻ്റെ പാട്ട് കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോൾ ഉടുപ്പി ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. സമയം ഒരു 1:30 ആയേക്കാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത്ര നേരം വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ ഒരു മുതൽ ഓടി കിടന്ന് ഫുഡ് കഴിക്കണം. അവിടെ നിന്നൊക്കെ വാരി പിടിച്ച് കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ട്രിപ്പ് തുടങ്ങല്ല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഊണാണ് പറഞ്ഞത്. പ്രത്യേകത ഊണായിരുന്നു. കുറേ കറികളും ഒരു വെറൈറ്റി പപ്പടമൊക്കെ ഉള്ള ഊണായിരുന്നു. ആദ്യം ഒരു കറി മാത്രം കൊണ്ടുവന്നുള്ളൂ, പിന്നെയാണ് ചോറ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ എല്ലാം കൂടി കുഴച്ച് കൂട്ടി തിന്ന് നോക്കി. അടിപൊളി ഒരു ഊണായിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ അടിമാലി എത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി. ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. എല്ലാവരും ഈ ചായക്കടയിൽ കയറിയപ്പോൾ ശശികുട്ടൻ്റെ വഴിതെറ്റി പോയിട്ട് വേറെ ഏതോ ചായക്കടയൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാനിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ഇവിടെയൊക്കെ നിന്ന്. പിന്നെ ചെറുതായിട്ട് മഴച്ചാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴച്ചാട്ടിലോട്ട് ചായ കുടിക്കാൻ അടിപൊളിയായിരുന്നു. അടിമാലി കഴിഞ്ഞ് മൂന്നാറൊക്കെ എത്തിയപ്പോൾ നല്ല തണുപ്പ് വന്നു തുടങ്ങി. നല്ല തണുപ്പുണ്ട്. പിന്നെ എല്ലാത്തും മുളയിട്ട് കുറച്ച് നേരം കത്തിയടിച്ചിരുന്നു. പിന്നെ വണ്ടി നിർത്തിയത് ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പം സമയം 6:50 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി. 8:30 മണിയായപ്പോഴേക്കും നമ്മൾ പറഞ്ഞ റിസോർട്ടിൻ്റെ സ്ഥലത്ത് ലൊക്കേഷൻ വഴി എത്തിയിട്ടുണ്ട്. റിസോർട്ട് കാണുന്നില്ല ഗൈസ്. നമുക്ക് ലൊക്കേഷൻ ഗൈസ് നമ്മളിപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷൻ റിസോർട്ടിലെത്തി. പക്ഷേ മാപ്പ് നോക്കി വന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, പക്ഷെ സാധനം കാണില്ല. അതെ, നമ്മൾ പറ്റിക്കപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. നമ്മളിപ്പോ തപ്പിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ എങ്ങും കാണില്ല, പക്ഷെ നമ്മൾ മാപ്പിൽ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. കറക്റ്റ് നിയർ ബൈ. അങ്ങനെ ഒരു 9 മണി ആയപ്പോഴേക്കും നമ്മുടെ സ്ഥലത്തെത്തി. അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ വന്ന് നമ്മളെ കൊണ്ടുവന്ന് സ്ഥലത്തെത്തി. എത്തിയപ്പോൾ തന്നെ അവർ സ്വീകരിക്കാനായിട്ട് വൈനാണെന്ന് കരുതിയാണ് ഞാൻ എടുത്ത് കുടിച്ചത്. പക്ഷെ ഒരു കഷായം ആയിരുന്നു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കഷായമല്ല, അരിഷ്ടം. ഇത്രയും നേരം വണ്ടിയിലിരുന്നോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ വേഗം റൂം തപ്പിപ്പിടിച്ച് ഞാൻ റൂമിൽ ചെന്ന് കയറി. ഇനി നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് കാണാം. ഒരു കട്ടിലുണ്ട്, ഒരു കിടക്കയുണ്ട്, ഒരു നല്ല ഭംഗിയുള്ള മിററുണ്ട്, TV ഉണ്ട്, പിന്നെ ഒരു അലമാരി ഉണ്ട്, 4 തലാണിയുണ്ട്, പിന്നെ ഇവിടെ മറ്റേ സംഭവങ്ങൾ. എത്തിയപ്പോൾ നമ്മൾ വൈകിയെങ്കിലും ഉള്ള നേരം കൊണ്ട് റിസോർട്ട് ഫുള്ളൊന്ന് കറങ്ങാമെന്ന് എഴുതി ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പൂള് തപ്പിയാണ് ഇറങ്ങിയത്. പക്ഷേ പൂൾ അടച്ചിട്ടൊക്കെ ആയിരുന്നു. നമ്മൾ എല്ലാവരും ഇറങ്ങിപ്പോന്ന്. പൂൾ അവർ തുറന്നുതരാമെന്ന് പറഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ വൈകിയല്ല. അപ്പം ശരിക്കും ഇവിടെ 10 മണി വരെ പൂൾ അലോടെ ഉള്ളൂ. നമുക്ക് തുറന്നിട്ടെന്നത് 9:45 മുതൽ 10:15 വരെയാണ്. ഉള്ള നേരം കൊണ്ട് നമ്മൾ പൂളിൽ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പൂളിൽ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ചുട്ടെടുക്കായിരുന്നു. അല്ല, ഗ്രില്ലടിക്കുന്നു. ഈ തണുപ്പത്ത് പൂളിൽ ഇറങ്ങി കുളിച്ച് നിൽക്കാൻ എൻ്റെ പൊന്നി തണുത്തിട്ട് പാടുണ്ടായില്ല, പല്ല് കൂട്ടി കടിക്കായിരുന്നു. എനിക്ക് ഈ രാത്രിത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ ഇവര് ഗ്രില്ലഡ് ചിക്കനാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് കരിഞ്ഞു പോയി. ബാക്ക് കരിഞ്ഞ് ഉള്ളു വേവണില്ല. ചിലത് ഉള്ളു വേവനുണ്ട്, ഫുള്ളും കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു കരിഞ്ഞ ചോര എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്തോ എൻ്റെ ഭാഗത്തിൽ എൻ്റെ ബാഗിലൊരു പാക്കറ്റ് മാഗി ഉണ്ട്. അപ്പോൾ അതുണ്ടാക്കി തിന്നാൻ പോവാണ്. ബാക്കി ആർക്കും അറിഞ്ഞൂടാ. ബാക്കി എല്ലാവരും വിശാലമായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ മാഗി ഉള്ളതുകൊണ്ട് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവാണ്.
ബാക്കോട്ട് നിർത്തും. എൻ്റെ ഏതോ ഭാഗ്യത്തിന് ഞാൻ കൊടുത്തിട്ട് ബാഗിലിട്ട് അങ്ങനെ പറ്റാൻ പെട്ടെന്ന് ഉണ്ടാക്കി തിന്നിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം അവിടെ നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിന്ന് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ എല്ലാവരും വട്ടോട്ടിരിക്കുന്നുണ്ടായി. വട്ടോട്ടിരുന്ന് ഇനി എന്ത് കളിക്കുന്നതാണ് പ്ലാൻ ചെയ്യണത്. അന്താക്ഷരി, ഡബ്സറാസ് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റം. അങ്ങനെ നമുക്ക് ഇറങ്ങി തിരിഞ്ഞെത്തിയത് ഡബ്സറാസാണ്. സിനിമ പേര് പറഞ്ഞിട്ട് അഭിനയിച്ച് കളിക്കണം. അങ്ങനെ അത് കുറച്ച് നേരം കളിച്ചിരുന്ന് ഒരു 12:30 ആയപ്പോഴേക്കും നമ്മ അവസാനിപ്പിച്ച്. നാളെ രാവിലെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതല്ലേ. എനിക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ കണിയാണ് റഫീക്ക. വാവ്. എന്നിട്ട് പിന്നെ നമ്മൾ ഫുള്ള് റിസോർട്ട് വെളുപ്പിന് കാണണമല്ല. വെളുപ്പിനൊരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ വെളുപ്പിന് നമ്മൾ ഇത് ഫുള്ള് കാണാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഈ ഹോട്ടലിൽ മര്യാദ കാണും. ശശികുട്ടൻ്റെ കാണുന്ന വരുന്നുണ്ട്. വീട്ടിലെ പോലെയാണ് ഇവിടെ. മോളിലൊക്കെ സ്ഥലമുണ്ട് ഫോട്ടോ എടുക്കാറ്. ഇന്നലെ രാത്രി നമ്മളെല്ലാവരും വട്ടോട്ടിരുന്ന് അന്താശ്ശേരി ഡബ്സറാസൊക്കെ കളിച്ച സ്ഥലം ഇതാണ്. രാവിലെ കാണുന്നൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി പൂളിലിറങ്ങാൻ പ്ലാൻ ചെയ്യണ്. ഈ സ്റ്റെപ്പിൽ കൂടി കയറിയിട്ടാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താം. നല്ല ഭംഗിയുണ്ട് രാവിലെ കാണാനൊക്കെ. രാത്രി അത്ര സുഖമൊന്നും ഉണ്ടായില്ല. ഞാൻ അച്ചിങ്ങനെ കൈ വെച്ചാട്. അങ്ങനെ അങ്ങനെ ചാട്. എന്നിട്ട് നമ്മെല്ലാരും പൂളിൽ ഇറങ്ങി അടിച്ച് പൊളിച്ച്. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മ ഫ്രഷായി നമ്മൾ പൂളിൽ പോയി വന്നിട്ട് നമ്മൾ ഡ്രസ് മാറ്റിക്കാണ്. ഇതെന്റെ മറ്റേ ഹോട്ടലിലെ സ്യൂട്ട് പോലെ ഭയങ്കര ലൂസാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹോട്ടലിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൊഫെ പോലെയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മളാണ്ട് ലാസ്റ്റ് എത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എല്ലാവരും ഓരോന്ന് കഴിച്ച് പോവുകയാണ്. അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ബ്രെഡ് ഉണ്ട്, പുട്ടുണ്ട്, കടലക്കറി, പിന്നെ ഭൂരി, മസാലക്കറി, ഉരുളക്കിഴങ്ങ്. ഞാൻ ആദ്യം ഭൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ചായ എടുത്ത് അത് കഴിഞ്ഞിട്ട് ബ്രെഡും ബട്ടറും പിന്നെ കോൺഫ്ലെക്സും കുറച്ച് പാലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. പാലും കോൺഫ്ലെക്സും നമ്മൾ എപ്പോഴും കഴിക്കുന്നത് വെറൈറ്റിക്ക്. ഞാൻ പാലിൽ കുറച്ച് സ്ട്രോബെറിയുടെ ജാമിട്ട് കലക്കിയിട്ട് വെറൈറ്റി ആയിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. ഞാൻ കണ്ടു നിൽക്കണവർ പറയണത് വണ്ടി പോകേണ്ടതാണ്, കൊട്ടരുത് വേണോ വേണ്ടതെന്ന്. പക്ഷെ എനിക്ക് തോന്നണത് നല്ലതായിരിക്കും എന്നാണ്. അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ പരീക്ഷണം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കഴിച്ചു നോക്കി. അത്ര അലമ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്ട്രോബെറി ഷേക്ക് ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ നമ്മൾ അതിലിട്ടുള്ള ഇളക്കണത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി റിസോർട്ടിൻ്റെ താഴെ ചെറുതായിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടിയിൽ നിന്നപ്പം മുകളിൽ അവിടെ ഭയങ്കര കലാപരിപാടികളൊക്കെയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നച്ചനാണ് നമ്മളെല്ലാവരെയും കൊണ്ടുപോകണത്. ബോയ്സ് കുറച്ച് പേര് ആദ്യം വന്ന് പോയി. അപ്പം നമ്മെ രണ്ടാമതാണ് വരണത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പാറ, അവിടെ നിന്ന് വെള്ളം വരുന്നു. കുറേ ഹിഡൻ ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ പാറ തന്നെ അടിപൊളിയാണ്. എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ ഞാനിവിടെ നിന്നിട്ട് എൻ്റെ ചെരുപ്പ് അതിൻ്റെ സ്ലിപ്പറിയായിരുന്നു. വീണ്ടും തെന്നി അവിടെ നിന്ന് തെന്നി ഞാൻ വീണേനെ. അങ്ങനെ ആ ചെരുപ്പ് മാറ്റിയിട്ട് വെള്ളം നല്ല തണവുണ്ട് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന്. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഭയങ്കര വലിയ കലാപരിപാടികളുണ്ട്. ഒരു 12 മണിയായപ്പോഴേക്കും നമ്മൾ റൂമൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ആദ്യം പോയത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. മൂന്നാറൊക്കെ വന്നാൽ എന്തായാലും നമ്മൾ ഈ ശർക്കര ഫാക്ടറി കാണാണ്ട് പോവില്ല.
നോ വാട്ടർ, നോ ഷുഗർ, നോ ഐസ്, ഓൺലി നാച്ചുറൽ ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ മാത്രം വെച്ചുണ്ടാക്കണ ശർക്കര ഫാക്ടറിയാണ് ഇത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാൻ പാടില്ല കേട്ടോ. ഇവിടെ ആദ്യം വന്ന ഫാക്ടറിയിൽ ശർക്കര ഉരുക്കി കഴിഞ്ഞ് പൊടിച്ചു വെച്ചേക്കായിരുന്നു. നമുക്ക് ശരിക്കും ഉരുക്കണ കാണായിരുന്നല്ല. ഇവിടെയൊക്കെ ഉരുക്കൽ കഴിഞ്ഞ് എല്ലാം പൊടിച്ചു വെച്ചേക്കാണ്. അവിടുത്തെ ചേച്ചി എല്ലാം ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചുക്കിട്ട ശർക്കര പൊടി, അങ്ങനെ പലതരം ശർക്കര ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല കേട്ടോ, എനിക്കെന്തോ തിന്നാൻ തോന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ശർക്കര തിളയ്ക്കണ വേറൊരു ഫാക്ടറി പോയി അവിടെ എല്ലാം ശർക്കര പൊടിച്ചിട്ടുണ്ടെന്നാവോ. പൊടിച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്, ഉരുട്ടി വെച്ചിട്ടുണ്ട് ശർക്കര. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതവിടെ അടുത്തുള്ളൊരു കോളേജാണ്, സയൻസ് കോളേജാണ് എഴുതി വെച്ചേക്കണത്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഗ്രാമം പോലെയൊക്കെ ഉണ്ട്, ഗ്രാമമല്ല എന്താ കൊള്ളാം. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ലക്കിടി വാട്ടർഫോൾസ് ആണ്. അവിടം വരെ പോയി, പക്ഷേ വാട്ടർഫോൾസൊക്കെ കയറിയില്ല. അതെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. അവരുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോളം ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു ചോളം കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പകുതി വെച്ചാണ് പറഞ്ഞത്. ഇതെല്ലാവരും തിന്നൂർക്കൊന്നും അറിയില്ലല്ലോ. എനിക്കും കിട്ടി, എനിക്ക് ഇഷ്ടമായില്ല. ഇത് സ്വീറ്റ് കോണാന്ന് തോന്നുന്നുണ്ട്, മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ മൂന്നാറെത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഫുഡ് കഴിക്കാൻ ഒരു കടയും കിട്ടുള്ളൂ. എന്താണ് തിരക്ക്, എല്ലായിടത്തും തിരക്കാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് വന്നാൽ ഇപ്പം ഞാൻ പിടിച്ച് തിന്നു എന്നുള്ളതിൽ ഫുഡ് വന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വർത്താനത്തിനൊന്നും നിന്നില്ല, വേഗം തിന്ന്. പിന്നെ എല്ലാവരുടെയും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 4 മണി 4:30 പിന്നെ അടുത്ത് നമ്മുടെ സ്പോട്ട് ഒരു പാർക്കാണ്. ഇവിടെ അഡൾട്ടിന് 80 രൂപയും കിഡ്സിന് 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. 80 രൂപ എടുത്ത് കയറിയാലും നമുക്ക് കാണാൻ അത്യാവശ്യമുണ്ട്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് 2 ഫോട്ടോ കിട്ടിയത് മര്യാദക്കുള്ളത്. നമ്മ ആ ട്രിപ്പ് വന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാരന്മാരായിട്ട് വന്നാൽ കുറേ എക്സ്പ്ലോറിങ് ഒന്നും ഉണ്ടാവില്ല, എൻജോയ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഫുഡ് അടിക്കുക. അതാണ് ഇവരുടെ ട്രിപ്പിൻ്റെ ഉദ്ദേശം. പക്ഷെ നമ്മ ഇതിൻ്റെ കൂടി കയറി നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ ചോക്ലേറ്റ് വാങ്ങാൻ കയറിയത് കേരള ഫാം എന്ന് പറയുന്ന ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. നല്ല റിച്ച് ചോക്ലേറ്റും ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റാണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് നമ്മൾ തിരിച്ച് കൊടുങ്ങല്ലൂർ എത്തിയത് 10 മണിക്കേറ്റ കൊടുങ്ങല്ലൂർ എത്തി. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് പടാവളത്തുള്ളൊരു കടയിലാണ്. അങ്ങനെ നമ്മൾ 11:30 എപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ്. ഒറ്റ മൈൻഡ് ട്രിപ്പാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ ഉദ്ദേശം എക്സ്പ്ലോറിംഗ് അല്ല, എൻജോയ്മെൻറ്റും ജസ്റ്റ് ഒരു റിലാക്സേഷൻ അതുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.